ദുഃഖവെള്ളിയിലും ഗസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ 60 പേർ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത വരികയാണ്. ഗസയിൽ സഹായമെത്തിക്കാൻ ഇസ്രയേൽ അനുവദിക്കണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ആവശ്യപ്പെട്ടു. എന്നാൽ ഇതൊന്നും ചെവിക്കൊള്ളാൻ ഇസ്രയേലി ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. ഈ അവസരത്തിൽ ഈ വാർത്തയെ കൂടുതൽ വിശകലനം ചെയ്യാൻ നമുക്കൊപ്പം നമ്മുടെ ഇന്റർനാഷണൽ ന്യൂസ് സ്പെഷ്യലിസ്റ്റ് പി ജെയിംസ് ചേരുന്നു. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. ജെയിംസേ, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, ഇത് ദുഃഖവെള്ളിയാണ്. ഈ ഗസയിൽ എന്താ ജെയിംസ് ഇങ്ങനെ? എസ് കെ ഒരുപക്ഷെ ഈ ദുഃഖവെള്ളിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ദുഃഖത്തിൻ്റെയും അതുപോലെ പീഡനത്തിൻ്റെയൊക്കെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഗസയിൽ കാണുന്നത്. പ്രത്യേകിച്ച് എസ് കെ അറിയാലോ, ഈ യേശുവിനെ കുരിശിൽ തറച്ച ഗാഗുൽത്ത മല സ്ഥിതി ചെയ്യുന്നത് ജെറൂസലമിനടുത്താണ്. ഈ ഗോൽഗോത്ത എന്നാണ് അറിയപ്പെടുന്നത്. ഗോൽഗോത്ത ലാൻഡ് ഓഫ് ഹിൽ ഓഫ് സ്കൾ എന്ന തലയോട്ടികളുടെ സ്ഥലം എന്നാണ്. അപ്പോൾ വലിയൊരു പ്രതീകാത്മകമായൊരിതാണ്. ഏറ്റവും കൂടുതൽ ഈ കുരിശുമരണവും വേദനയും പീഡനവും ഒക്കെ സഹിച്ചതിന് തുല്യമായ അവസ്ഥയിലാണ് ഗസയിലെ അവസ്ഥകൾ. അവിടെ എല്ലാവരും വിചാരിക്കുന്നത് മുസ്ലിം സമുദായം, ഇസ്ലാം മതവിശ്വാസികൾ മാത്രമേ ഉള്ളൂ എന്നാണ്. അല്ല, ന്യൂനപക്ഷമായിട്ടുള്ള ക്രൈസ്തവ ആൾക്കാരുണ്ട്. ക്രൈസ്തവ പള്ളി ആക്രമിക്കപ്പെട്ടിരുന്നു. ഇസ്രായേൽ സേന അതിന് വലിയ ബഹളമുണ്ടായതാണ്. സ്വാഭാവികമായിട്ടും അവിടുത്തെ ഗസയിലെ ക്രിസ്ത്യാനികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുകയാണ്. അതിന് ചുറ്റും പാലസ്തീനികളായിട്ടുള്ള ഒരുപാട് ക്രൈസ്തവരുണ്ട്. അവരൊക്കെ ദുഃഖവെള്ളി ആചരിക്കുകയാണ്. അതിനിടയിലാണ് ഈ ദുഃഖവെള്ളിയിൽ ഇസ്രായേൽ സേന പ്രധാനപ്പെട്ട റഫയ്ക്കടുത്ത് തെക്കൻ ഗസയിൽ അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ അവർ ആക്രമണം നടത്തി. ഈ ഗസ സിറ്റിക്കടുത്ത പ്രദേശത്ത് നിരായുധരായിട്ടുള്ള മനുഷ്യർ അവർ വെള്ളക്കൊടി വീശി കാണിച്ചിട്ടും അവർക്ക് നേർ വെടിയുതിർത്തു. ഏതാണ്ട് 60-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. മരണസംഖ്യ 32,600-ലെത്തി നിൽക്കുകയാണ് കഴിഞ്ഞ 5 മാസത്തിനുള്ളിൽ. യുദ്ധം മുന്നോട്ട് പോകുന്നു. അതിനിടയിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇടപെട്ടിരിക്കുന്നു. അവർ പറഞ്ഞു, ഒരു തരത്തിലും ഇസ്രായേൽ ഇത് ചെയ്യാൻ പാടില്ല. അവർ നിർബന്ധമായി ഈജിപ്തിൽ നിന്നും മറ്റും വരുന്ന സഹായം ഗസയിലെത്താൻ അവർ അനുമതി നൽകണം എന്ന് പറയുന്നു. ഒരുപക്ഷെ ഇൻ്റർനാഷണൽ കോടതി തീർച്ചയായിട്ടും ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടതാണ്. പക്ഷേ ഉത്തരവൊന്നും കേൾക്കാൻ ഇസ്രായേൽ തയ്യാറാവുന്നില്ല. നേരത്തെ ഈ യുദ്ധം വെടിനിർത്തൽ വേണമെന്ന് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടിരുന്നു, അതും കേട്ടില്ല. അമേരിക്കയുടെ നേതാക്കൾ നിരന്തരം വിളിക്കുന്നുണ്ട്. ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ, ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അമേരിക്കയിലേക്കുള്ള യാത്ര റദ്ദ് ചെയ്തിരുന്നു. പക്ഷെ അത് വീണ്ടും റീഷെഡ്യൂൾ ചെയ്തിട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനിടയിൽ എസ് കെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മണിക്കൂറുകളിൽ വരുന്നത്, ഈ പാലസ്തീൻ നേതാക്കളുടെ മുഖം തിരിച്ചറിയുന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരെ പിടികൂടുന്നു എന്ന വാർത്ത കൂടി വരുന്നു. അതിൽ ഏറ്റവും വലിയ എക്സാമ്പിളായിട്ട് പറയുന്നത് അവിടുത്തെ മൂസദ് എന്ന വളരെ പ്രശസ്തനായ കവി ജനക്കൂട്ടത്തിനിടയിലൂടെ പോവുകയായിരുന്നു. അപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് വന്നു, ഇന്ന ആൾ മൊസാദ് നേരിട്ട് ഹാജരാവണം ഇസ്രായേലി സേനയുടെ ജീപ്പുകൾക്ക് മുമ്പിൽ എന്ന് പറയുന്നത്. അതേ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ടാണ് പോയിരുന്നത്. 31-കാരനാണ് അദ്ദേഹം. ഇത് വിളി കേട്ട് തിരിച്ചു വരേണ്ടി വന്നു. ഇസ്രായേൽ സേന അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഹമാസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ അദ്ദേഹത്തെ വിട്ടയച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഇസ്രായേലിൻ്റെ വാണ്ടഡ് ലിസ്റ്റിലുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഫേസ് റെക്കഗ്നീഷൻ ടെക്നോളജി അത് വളരെ പ്രൈവസിയെ ബാധിക്കുന്നതാണ്. അതുവരെ ഉപയോഗിച്ച് തുടങ്ങി ഇസ്രായേൽ സേന ഗസയിൽ. ജെയിംസ്, മറ്റൊരു കാര്യം, ദക്ഷിണാഫ്രിക്കയിൽ നിന്നൊരു ബസ് അപകടത്തിൻ്റെ വാർത്ത വരുന്നു. 165 അടി കൊക്കയിലേക്ക് ബസ് മറിഞ്ഞു. അതായത് അതിലൊരു കുട്ടി മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ബസ്സിലുണ്ടായിരുന്ന 45 പേരും മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. ഈ അപകടത്തിൻ്റെ കൂടുതൽ വാർത്തകൾ എന്തൊക്കെയാണ് ലഭിച്ചത്? ദുഃഖവെള്ളിയിൽ തന്നെ ദുഃഖാർത്ഥമായിട്ടൊരു വാർത്തയാണ്. പ്രത്യേകിച്ച് ദുഃഖവെള്ളിയും അതുപോലെ ഈസ്റ്ററും ഒക്കെ ആചരിക്കുന്നതിൻ്റെ ഭാഗമായി യാത്ര ചെയ്തിരുന്ന ഒരു സംഘമാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ആ ബസ്സിലുണ്ടായിരുന്ന 46 പേരിൽ 45 പേരും മരണമടഞ്ഞു എന്ന വാർത്തയാണ് വരുന്നത്. കാരണം അതിൻ്റെ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, വലിയ താഴ്ചയിലേക്കാണ്, 50 മീറ്റർ, അത് ഏതാണ്ട് 165 അടി താഴ്ചയിലേക്കാണ് ബസ് മറിഞ്ഞത്. തീ പിടിച്ചു. എന്തായാലും 45 പേർ മരണമടഞ്ഞു. ഒരു കുട്ടി, 8 വയസ്സുകാരിയായ ഒരു കുട്ടി മാത്രമാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. അവർ ആശുപത്രിയിലാണ്. പക്ഷെ ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. 165 അടിയിലൊക്കെ വീണിട്ട് രക്ഷപ്പെടാമെന്ന് പറയുന്നത് തന്നെ വല്ലാത്ത അത്ഭുതമാണ്. ഇതിനിടയിൽ ദക്ഷിണാഫ്രിക്കയെക്കുറിച്ച് തന്നെ പറയുമ്പോൾ ദക്ഷിണാഫ്രിക്ക വർണ്ണവിവേചനത്തിനെതിരെ ഐതിഹാസിക പോരാട്ടം നടത്തിയ രാജ്യമാണെന്ന് നമുക്കറിയാം. അതിനുശേഷമാണ് അത് സ്വാതന്ത്ര്യം പ്രാപിച്ചത്. വെള്ളക്കാരുടെ ന്യൂനപക്ഷമാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. നെൽസൺ മണ്ടേലയുടെ ഐതിഹാസിക പോരാട്ടമാണ് ദക്ഷിണാഫ്രിക്കയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത്. അദ്ദേഹത്തിൻ്റെ സമകാലീനായിരുന്ന 2009 മുതൽ 2018 വരെ ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡൻ്റായിരുന്ന
ജേക്കബ് സുമോയ്ക്ക് അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വിലക്ക് കൽപ്പിച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ജേക്കബ് സുമോ ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. അദ്ദേഹം അഴിമതിയുടെ പേരിൽ അറസ്റ്റിലാവുകയും ജയിലിലടക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ സർക്കാർ, സിറിൽ റാമഫോസയുടെ സർക്കാർ. അപ്പോൾ ഈ അവിടുത്തെ റോഡുകൾ, ദക്ഷിണാഫ്രിക്കയിലെ ഉൾ റോഡുകളൊക്കെ വല്ലാത്ത സ്ഥിതിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ പ്രസിഡന്റ് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് യാത്രകൾ സൂക്ഷിക്കണം ഈസ്റ്റർ ദിവസങ്ങളിൽ എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. പക്ഷേ അപകടമുണ്ടായി, 45 പേർ കൊല്ലപ്പെട്ട ദുഃഖവാർത്തയാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വരുന്നത്. ജെയിംസ്, ഒരുപാട് കാലമായി ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് 1962 ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷം അത് കുറച്ചുകൂടി രൂക്ഷമായിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്തായി വളരെ രൂക്ഷമാണ്. അതിർത്തിയിലൊക്കെ സേനാ വിന്യാസവും കൺസ്ട്രക്ഷനും ഒക്കെ ചൈന നടത്തുന്നുണ്ട്. നമ്മളും ചില ബിൽഡിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട് അവിടെ. അപ്പോൾ എന്താണ് ഇപ്പോൾ വീണ്ടും ആ ചർച്ച പൊളിഞ്ഞു എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട്. എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? SKN ഇത് 29ാമത്തെ ചർച്ചയാണ്. സൈനിക ചർച്ച വേറെ നടക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ വിദേശ മന്ത്രാലയങ്ങൾ തമ്മിൽ, ഡിപ്ലോമാറ്റിക് മെമ്പേഴ്സ് തമ്മിലുള്ള ചർച്ചയാണ്. നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നവരുമായിട്ടുള്ള ചർച്ചയാണ്. അതിൽ 2 വിദേശ മന്ത്രാലയത്തിലെയും ഉന്നതർ തന്നെ പങ്കെടുത്തിരുന്നു. വളരെ നീണ്ട ചർച്ചയായിരുന്നു. പക്ഷേ ചർച്ച പരാജയപ്പെട്ടു എന്ന വാർത്ത തന്നെയാണ് വരുന്നത്. ചർച്ച തുടരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് 29ാം തവണയും പിരിഞ്ഞത്. പക്ഷെ അതിനിടയിൽ വരുന്നത് ദെപ്സാങ്, ദെംചോക്ക് എന്ന 2 പ്രദേശങ്ങൾ, അത് രണ്ടും ലഡാക്കിലാണ്. അവിടെ 2 പ്രദേശത്തും ചൈന ഇന്ത്യൻ അതിർത്തിയിലേക്ക് കയറി നിൽക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇന്ത്യയും ചൈനയും അത് സമ്മതിക്കുന്നില്ലെങ്കിലും. പക്ഷേ ഇന്ത്യക്ക് കൃത്യമായിട്ട് അറിയാം, ഇന്ത്യയുടെ ഭാഗങ്ങളിലേക്ക് കയറി നിൽക്കുകയാണ് ചൈന. അതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. 2020 തുടങ്ങിയതാണ് SKN, 4 വർഷം പിന്നിടുന്നു. അതിൻ്റെ ഇടയിലാണ് ജൂൺ 15-ാം തീയതി ഗാൽവൻ താഴ്വരയിൽ പരസ്പരം ഏറ്റുമുട്ടലുണ്ടായത്. ഇന്ത്യയുടെ 20 സൈനികർ വീരമൃത്യു വരിച്ചു. ചൈനയുടെ നിരവധി പേർ കൊല്ലപ്പെട്ടെങ്കിൽ ആദ്യം അവർ ആ വാർത്ത മൂടിവെച്ചു, പിന്നീട് അവർ പുറത്തുവിട്ടു. എന്തായാലും അതിനുശേഷം സംഘർഷം അതീവ രൂക്ഷമാണ്. 10,000-കണക്കിന് സൈനികരെ ഇരുപക്ഷവും മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് 4 വർഷമായിട്ട്. എത്രയോ കോടികൾ, 100 കണക്കിന് കോടിയാണ് ആ സംഘർഷ മേഖലയിൽ ചെലവാക്കപ്പെട്ടത്. ഇന്ത്യയുടെ സേല ടണൽ, അത് 13,000 അടി ഉയരത്തിലാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തിരുന്നു. ചൈന അതിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഈ ചർച്ചയിലും ആ ടണലിനെ കുറിച്ചുള്ള ചർച്ചകളുണ്ടായി. എന്തായാലും ഈ തരത്തിൽ പ്രശ്നങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ചൈന തയ്യാറാവുന്നില്ല. ചൈന വളരെ ശക്തമായിട്ട് നിലപാടിൽ നിൽക്കുന്നു. ഇന്ത്യയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇന്ത്യൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാന പ്രശ്നം കൂടിയാണ്. എന്തായാലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്നത് ഇന്ത്യയുടെ ചില പ്രദേശങ്ങളിൽ ചൈന എപ്പോഴും കയറി നിൽക്കുന്നുണ്ട്. SKN പറഞ്ഞ പോലെ 1962 യുദ്ധത്തിൽ ഇന്ത്യക്ക് ആക്സായ് ചിൻ എന്ന 38,000 സ്ക്വയർ കിലോമീറ്ററാണ് ചൈന കൊണ്ടുപോയത്. ചൈന എപ്പോഴും ഇന്ത്യയുടെ ഭാഗങ്ങൾ പിടിച്ചടക്കുക, ലഡാക്ക് അവരുടെ ഭാഗമാണെന്ന് പറയുന്നു, അരുണാചൽ പ്രദേശ് അവരുടെ ഭാഗമാണെന്ന് പറയുന്നു. ഇന്ത്യ ശക്തമായിട്ട് ഇതിനൊക്കെ എതിർത്തിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ കൂടുതൽ സേനാ വിന്യാസം അവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്, സേനാവിന്യാസം കൂട്ടിയിരിക്കുന്നു. അതേ തുടർന്ന് സംഘർഷാവസ്ഥ കൂടുമോ എന്നുള്ള ആശങ്ക കൂടിയുണ്ട്. SKN ജെയിംസെ, ഒരു പ്രേക്ഷകൻ എഴുതിയിരിക്കുകയാണ്, ഗാസയുടെ മതിലുകളിൽ അഗ്നിവർഷം ഉണ്ടാകും, ഗാസ ഇല്ലാതാകും, അങ്ങനെ ബൈബിളിൽ വചനം ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ വചനത്തെ കുറിച്ച് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ബൈബിളിൽ എന്തായാലും അങ്ങനെ ഒരു വചനം ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്കണം. അന്വേഷിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി നാളെ കാണാം. ജെയിംസ് വിദേശ വാർത്തകളുമായി ഇതേ സമയം ഈ പരിപാടിയിൽ നാളെ ഉണ്ടാകും.